ഹായ് വെൽക്കം ടു വാച്ച്മാൻ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാസിയോൻ്റെ ലീനിയേജ് ഇതിലുള്ള ഒരു വേവ് സെറ്റർ എന്ന് പറയുന്ന ഒരു വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. ഒരു ടൈറ്റാനിയം വാച്ചാണ്, നിങ്ങൾക്ക് കാണാം. സോളാർ പവേർഡ് ആണ്, പിന്നെ റേഡിയോ സിഗ്നൽസ് ഉള്ളതാണ്. എൻ്റെ കയ്യിൽ ഇതൊരു ഫ്രഷ് ബോക്സ് ആണ്. ഞാനിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം വന്നതാണ് ഈ കാസിയോൻ്റെ ടിപ്പിക്കൽ ബോക്സ്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഔട്ടർ ബോക്സ് തുറന്ന ഉള്ളിലുള്ള കോണ്ടൻറ്റ് നോക്കാം. അതെ, അപ്പോൾ കാസിയോ ഈ പെർട്ടിക്കുലർ മോഡൽസിനൊക്കെ കൊടുക്കുന്നത് ഇതേപോലത്തെ ഒരു ടിൻ കേസാണ്. നിങ്ങൾക്ക് കാണാം, ഒരു മെറ്റലിൻ്റെ കേസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേസാണ് ഇത്. നമുക്ക് തുറന്ന് നോക്കാം വാച്ച്. ഓക്കെ, അവർ കുറച്ച് കുഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാർഡ്ബോർഡിൻ്റെ ഇതുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം, ഇതാണ് വാച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാർ പവേർഡ് വാച്ചാണ്. ഇപ്പോൾ നമ്മൾ തുറന്നപ്പോൾ തന്നെ ടൈം ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൻ്റെ മിനിറ്റ് ഹാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവണത്. ഇപ്പോൾ കറക്റ്റ് ടൈം വന്ന് ഓട്ടോമാറ്റിക്കായി സെറ്റായി ഈ വാച്ചിൻ്റെ. പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ബോക്സിൽ വരുന്നത് ഇവിടെ പിന്നെയും ഒരു ഫോം കുഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു തിക്കായിട്ടുള്ളൊരു മാനുവലുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാനുവൽ, പിന്നെ വാറണ്ടി കാർഡ്സ്. ഇനി ഞാനതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ വാച്ചിലേക്ക് വരാം. വാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. നല്ലൊരു സൺബേസ്റ്റ് കൈൻഡ് ഓഫ് എഫക്റ്റ് ഉള്ളൊരു ഡയല്, പിന്നെ അപ്ലൈഡ് ഇൻഡീസസ് ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സോളാർ പവർഡ് വാച്ചാണ്. ടൈറ്റേനിയാണ്. യൂഷ്വലി വാച്ചസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പക്ഷേ ഈ ഇടയായിട്ട് കുറേ മാനുഫാക്ചേഴ്സ് ടൈറ്റേനിയത്തിൽ വാച്ച് ഇറക്കുന്നുണ്ട്. ടൈറ്റേനിയത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ അത്രയും തന്നെ ഹാർഡാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റീലിൻ്റെ ഒരു 50% വെയിറ്റേ ഉള്ളൂ. ഈ വാച്ച് വളരെ ലൈറ്റായിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പോഴേ തന്നെ ഉണ്ട്. പിന്നെ വാച്ചിൻ്റെ ഡയമെൻഷനിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ഒരു കേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 40 mm ആണ്. പിന്നെ തിക്നെസ് ഒരു 10.5 mm. പിന്നെ ലെഗ് ടു ലെഗ് ഞാൻ ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂവിൽ പറയാം. പിന്നെ സ്ട്രാപ്പ് വിഡ്ത്ത് വന്നിട്ട് 20 mm സ്ട്രാപ്പാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാർ പവർഡ് വാച്ചാണ്. മൾട്ടി ബാൻഡ് 6 ആണ്. മൾട്ടി ബാൻഡ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിഫറെൻറ്റ് ആൻറ്റീന ലൊക്കേഷൻസ് വേൾഡ് വൈഡിൽ കാസിയോനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെൻഡ് ചെയ്യണ റേഡിയോ സിഗ്നൽ വെച്ചിട്ട് ആറ്റോമിക് ക്ലോക്കായിട്ട് എല്ലാ രാത്രിയും നമ്മുടെ വാച്ച് സിങ്ക് ആവും. അപ്പോൾ പെർഫെക്റ്റ്ലി ആക്യുറേറ്റ് വാച്ച് ആയിരിക്കും. പിന്നെ ഇതിലുള്ള വേറെ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ. പിന്നെ ഇതിൻ്റെ ബാറ്ററി പവർ ഇപ്പോൾ മിഡ് ആണ്. ഞാനതിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ മിഡിൽ കിടക്കണേ. പിന്നെ വേൾഡ് ടൈം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം UTC, പിന്നെ വന്നിട്ട് ലണ്ടൻ ടൈം, പാരീസ്. ഇപ്പോൾ വേൾഡ് ടൈം അല്ലാണ്ട് പിന്നെ 5 അലാം സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, പിന്നെ ടൈമർ ഉണ്ട്. അതൊക്കെയാണ് ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സ്. എന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആറ്റോമിക് ക്ലോക്കായിട്ടുള്ള സിങ്ക്രണൈസേഷനും പിന്നെ വേൾഡ് ടൈം ഫീച്ചറുമാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ടൈറ്റാനിയം മെറ്റീരിയലാണ്. ഞാൻ ഇത്രയും ഒരു ബഡ്ജറ്റിൽ ഒരു ടൈറ്റാനിയം വാച്ച് വേറൊരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യാനില്ല. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു വാച്ചാണ്. വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ചാനലിൽ തന്നെ വരും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, അപ്പീസ്.